അനി കനികയോട് പറയാണ്, നീ അമ്മ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. പക്ഷെ ആദർശേട്ടന്റെ സ്വഭാവം നല്ലതാ. ആദർശേട്ടന്റെ സ്വഭാവം നയനേച്ചിയുടെ പോലെ തന്നെയാ. പിന്നെയും ആദർശേട്ടൻ എന്താ നയനേച്ചി മനസ്സിലാക്കാത്തതെന്നാ എനിക്ക് മനസ്സിലാവാത്തേ എന്ന് പറയുന്നുണ്ട്. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പിന്നെ അമ്മ നന്ദനോട് ഒന്ന് പറയണം, നന്ദുവിനോട് ഒന്ന് വിളിക്കാൻ പറയണം. എന്താ അവൾക്ക് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശരി മോനെന്ന് കനകം പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് തുണിയുമായിട്ട് നയന കയറി വരുമ്പോൾ അവിടെ നവ്യ നിപ്പുണ്ടാവും. നവ്യ നയനോട് പറയുന്നുണ്ട്, നിന്റെ മനസ്സിൽ ഇത്രമാത്രം വിഷമമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല നയന. നിനക്ക് എന്നോടെങ്കിലും നേരത്തെ ഒരു വാക്ക് പറഞ്ഞു തരാൻ ചോദിക്കുന്നുണ്ട്. അതെന്റെ തെറ്റ് തന്നെയാ. നിന്നോട് ഞാൻ എന്തുമാത്രം ദ്രോഹ ചെയ്തേ എന്ന് നവ്യ പറയുന്നുണ്ട്. നയന പറയാണ്, ഇഷ്ടമില്ലാതെ ചേട്ടന്റെ ജീവിതത്തിലേക്ക് കയറി വന്നോളാം ഞാന്. അതുകൊണ്ടായിരിക്കും ഇപ്പോഴും അംഗീകരിക്കാൻ സാധിക്കാത്തത്. പലപ്പോഴും നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് ഞാൻ പോലും അസൂയപ്പെട്ടുണ്ട് എന്ന് നവി പറയുമ്പോൾ നയന പറയാണ്, അതൊക്കെ മുത്തശ്ശനെ കാണിക്കാനുള്ള വെറും അഭിനയം മാത്രമായിരുന്നു. അല്ലാതെ ആദർശേട്ടന് എന്നോട് യാതൊരു താല്പര്യമില്ല എന്ന് നയന പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നയന പറയുന്നുണ്ട്, മുത്തശ്ശന്റെ അസുഖം ഭേദമാകുന്നവരെ മാത്രമേ ഞാനിവിടെ കാണുള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നു പറയാണ്. അങ്ങനെയൊന്നും ഇറങ്ങിപ്പോണ്ട കാര്യമില്ല. ഇറങ്ങിപ്പോണ്ട കാര്യം എന്താണെന്ന് നവ്യ ചോദിക്കുമ്പോൾ, എന്നെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ, ഒരു ഭാര്യയായിട്ട് പോലും അംഗീകരിക്കാത്ത ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ചേച്ചി ജീവിക്കാൻ സാധിക്കുക? എനിക്കതിന് സാധിക്കില്ല. ഇപ്പൊ തന്നെ ഒരു സർവന്റിനെ പോലെയാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു കട്ട്ലയിലാണെങ്കിലും ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത രണ്ട് ജീവിതമായിട്ടാ ഞങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുത്തശ്ശന്റെ അസുഖം മാറിയാല് ഞാൻ ഇവിടുന്ന് എന്റെ അമ്മയുടെ കൂടെ പോകും. അപ്പം നവി പറയുന്നുണ്ട്, വീട്ടിലാണെങ്കിലും നീ ആയിരുന്നില്ല വീടും കാര്യമൊക്കെ നോക്കിയിരുന്നത്. അന്നും നിനക്കൊരു തുള്ളി പോലും സന്തോഷം ലഭിച്ചിട്ടില്ല. ഇവിടെ ഈ കല്യാണം കഴിഞ്ഞപ്പോഴെങ്കിലും ആദ്യത്തോടെ നിന്നെ സ്നേഹിക്കുകയാണെങ്കിൽ നിനക്ക് നല്ലൊരു ജീവിതമായതിന് കിട്ടിയത്. പക്ഷെ ഇപ്പൊ അതിനുള്ള യോഗമില്ലാതായിപ്പോയില്ലെന്നൊക്കെ പറഞ്ഞ് നവ്യെ സങ്കടപ്പെടുന്നുണ്ട്. നയനെ പറയുന്നുണ്ട്, അതൊക്കെ എന്റെ വിധിയാ ചേച്ചി, സാരമില്ല. അതൊന്നും ഓർത്ത് ചേച്ചി മനസ്സ് വിഷമിക്കേണ്ട. ചേച്ചിയോട് ഇപ്പോൾ ഇങ്ങനെ സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമായെന്ന് നയന പറയുന്നുണ്ട്. കനകയാണെങ്കിൽ സിറ്റ് ഔട്ടിൽ വന്നിട്ട് നയനയുടെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഓർത്തിട്ട് തൂണച്ചാരി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതും കണ്ടോണ്ടായിരിക്കും അങ്ങോട്ടേക്ക് മൂർത്തി വരുന്നത്. വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ കനകം, നീ ഇവിടെ നിന്ന് കരയാണ് ചോദിക്കുമ്പം എല്ലാം സാറേ എന്ന് പറയുമ്പം, എന്തിനാ കള്ളം പറയുന്നത്? മക്കളുടെ കൂടെ നിന്നിട്ട് നീ ഇങ്ങനെ കരയുന്ന കാണുമ്പം എനിക്കാണ് വിഷമം ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. എന്താ നയനമോക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല സാറേ, ഇവിടുത്തെ അവർ സന്തോഷമായ ജീവിതം ഓർത്തിട്ട് ഞാൻ സന്തോഷമായിട്ടുള്ള കണ്ണീരാന്ന് പറയുന്നുണ്ട്. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നയനമോളുടെ സ്വഭാവം നല്ലതാ. ഈ വീട്ടിലേക്ക് അവളെ കൊണ്ടുവന്നതിനെ ഐശ്വര്യം കൊണ്ട് അവൾ കയറി വന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും അവളെ നഷ്ടപ്പെടുത്താൻ ഞാൻ കരുതാത്തത്. ഈ വീട്ടിലുള്ള പലരും അത് മനസ്സിലാക്കുന്നില്ല. പക്ഷെ പതിയെ അവരത് മനസ്സിലാക്കിക്കോളും എന്ന് മൂർത്തി പറയുന്നുണ്ട്. പിന്നെ നവ്യയുടെ സ്വഭാവം, അവളുടെ സ്വഭാവം കുറച്ചുകൂടി ശരിയാവാനുണ്ട്. അവൾ വേണം അഭിയെ ശരിയാക്കി എടുക്കാനായിട്ട് എന്ന് പറയുന്നുണ്ട്. കനകം പറയാണ്, അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ടെന്ന് പറയുമ്പോൾ, താൻ ഇവിടുത്തെ ഗസ്റ്റാണ്, അതുകൊണ്ട് ഇവിടെ സന്തോഷമായിട്ട് വേണം നിൽക്കാനെന്ന് പറഞ്ഞിട്ട് മൂർത്തി അവിടെ നിന്ന് പോവാണ്. പിന്നീട് കാണിക്കുന്നത് കനകം ചായയും കൊണ്ട് ആദർശിന്റെ മുറിയിലേക്ക് വരുന്നുണ്ട്. മോനെ ചായ കുടിക്കുമെന്ന് പറഞ്ഞിട്ട് പറയാണ്, ആദർശ മോനെ, ഞാൻ കാരണമാ നയനമോക്ക് ഈ ഒരു ഗതി ഉണ്ടായത്. നവ്യമോള് മുക്കൊണ്ട് മോനെ കെട്ടിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് സാധിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞു. അതിൽ നയനമോക്ക് യാതൊരു പങ്കുമില്ല. അതിനുശേഷം നവ്യമോളുടെ മണ്ടത്തരം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയത്. അന്ന് നവ്യമോളെ മോനെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ പിന്നെ നയന എന്നൊരാൾ മോൻ്റെ ജീവിതത്തിൽ പോലും വരില്ലായിരുന്നു. മുഖം മൂടി കൊണ്ടുവന്ന് തന്നെ ജലജ പറഞ്ഞിട്ടാന്ന് പറയുമ്പോഴേക്കും ആദർശ് പറയാണ്, അമ്മ ഈ വക കാര്യങ്ങൾ ഒരുപാട് തവണ നിങ്ങൾ നയനെ പറഞ്ഞതാ. പിന്നെ അമ്മ എന്തിനാ അതൊക്കെ പറഞ്ഞു ചോദിക്കുമ്പം വിഷമം കൊണ്ടാ മോൻ നയനമോളെ ഇപ്പം അതുപോലെ പൊന്നു പോലല്ലേ നോക്കുന്നത്. അമ്മ ഇത് കാണുമ്പം അമ്മയുടെ സങ്കടം കൊണ്ട് അമ്മ പറഞ്ഞു പോയതാ. ഇത്രയും നല്ല മോനെ എൻ്റെ മകൾക്ക് കിട്ടിയല്ലോ, ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ മോൻ അവളെ ഇപ്പം കൈവെള്ളലെ കൊണ്ട് നടക്കുന്നതെന്ന് എൻ്റെ മോൾ എന്നോട് പറഞ്ഞു. മോന് അവളുടെ കൂടെ നല്ലതായിട്ട് ജീവിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ഒരുപാട് നന്ദിയുണ്ട് മകനെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിന്റെ മുമ്പിൽ കൈകൂപ്പിയിട്ട് നേരെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ കനകം. എന്നിട്ട് കനകം പറയാണ്, എൻ്റെ മനസ്സിലൊരു ആഗ്രഹങ്ങളുണ്ട്. മോൻ്റെ മുത്തശ്ശനും പറഞ്ഞ അതേ ആഗ്രഹം തന്നെ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ താലോലിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഞാനും ഒരു അമ്മയല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോഴേക്കും, ശരി അമ്മേ, അതൊക്കെ നടക്കും, ആൻറ്റി പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് സമാധാനിപ്പിച്ച് പറഞ്ഞയക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ് കനകം. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട്. വന്നിട്ട്, ഇതിനൊക്കെ സുഖമാണല്ലോ അല്ലേ, ഇവിടെ 3 നേരം വെട്ടി വിഴുങ്ങി തിന്നുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ സുഖമില്ലാതിരിക്കും എന്ന് പറയുന്നുണ്ട്. കണ്ടെടുത്തുനിന്ന് വലിഞ്ഞു കയറി വന്നവളാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് കനകത്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ പലതവണ ആലോചിച്ചു. പക്ഷെ എനിക്ക് ഇപ്പോഴതിനുള്ള ഉത്തരം കിട്ടിയത്. ഞാൻ എപ്പോഴും ഓർത്തു, ഈ വീട്ടിലുള്ള ബാക്കി എല്ലാവരും നല്ലവരാണല്ലോ, നീ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന്. പിന്നെയല്ലേ മനസ്സിലായത് നിന്റെ പൂർവ്വ ചരിത്രം എന്താണെന്ന്. ആൾക്കാരെ കൊല്ലാൻ മടിയില്ലാത്ത നിന്നെ നിന്റെ മകനെ പോലുള്ളവർ ഈ അനന്തപുരിയിൽ
എങ്ങനെ വന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായെന്നൊക്കെ പറയുന്നുണ്ട്. ജലജ പറയാണ്, എന്താ എന്റെ കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിക്കുമ്പം എന്തിനാ പറഞ്ഞത്, എനിക്കെല്ലാം മനസ്സിലായി എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ പറയാണ്, എല്ലാം എനിക്ക് അറിയാവടി, എനിക്കാണെങ്കിലോ ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു അവകാശമുണ്ട്, എന്റെ 2 മക്കളെയും ഇങ്ങോട്ടേക്ക് കെട്ടിച്ചിട്ട് അവകാശമെങ്കിലും ഉണ്ട്, നിനക്ക് അതുപോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജനെ കുറെ കളിയാക്കുന്നുണ്ട്. ജലജയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് എടി എന്ന് പറയുമ്പോഴേക്കും ഈ കനകത്തിനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല, ഞാൻ ആരാണ് നിനക്ക് കാണിച്ചിരടി എന്ന് പറഞ്ഞിട്ട് അയ്യോ ഈ ജലജ എന്നെ തല്ലി കൊല്ലുന്നതെന്ന് പറയുമ്പോൾ ഞാനപ്പോൾ ഞാൻ അടിച്ചത്, ഞാൻ അടിക്കാൻ പോന്നേ ഉള്ളൂ ജലജ പറയുമ്പോഴേക്കും ഞാൻ കാണിച്ചിരാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഓടി പറഞ്ഞേ അയ്യോ എന്റെ കഴുത്തിന് പിടിച്ച് നിൽക്കുന്നേന്നൊക്കെ പറഞ്ഞിട്ട് കനകം വലിയ വായിൽ കാണുന്നുണ്ട്. അവിടുന്ന് നേരെയുള്ള ഹാളിലേക്ക് ഓടി ചെല്ലുമ്പം എന്താ അമ്മയും ചോദിച്ചുകൊണ്ട് നയന ഓടി വരുന്നുണ്ട്. എന്റെ മോളെ ആ ജലജ എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി എന്നെ അടിച്ചു കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു നിന്ന് വലിയ വായിൽ അലറി കരയുന്നുണ്ട്. ഇത് കേട്ട് ആ വീട്ടിലുള്ള എല്ലാവരും മുത്തശ്ശൻ സഹിതം അങ്ങോട്ടേക്ക് വരികയാണ്. എന്താ കനകം എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പം എന്റെ മൂർത്തി സാറേ, എന്റെ നവ്യമോളുടെ അമ്മായിമ്മ ഉണ്ടല്ലോ അബിയുടെ അമ്മ എന്നെ കഴുത്തിന് പിടിച്ച് കൊല്ലാൻ നോക്കി, എനിക്കിതാ വെള്ളം പോലും ഇറങ്ങുന്നില്ല, എനിക്ക് എന്തൊക്കെയോ പോലെ വേദനയൊക്കെ തോന്നുന്നുണ്ട്, എന്റെ ദൈ മുടിക്കുത്തിനൊക്കെ പിടിച്ച് ഇതുപോലെ വലിച്ചു പറിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, എന്നെ ഒരു അടിച്ചു എന്നൊക്കെ പറയുമ്പോ ജലജ പറയാണ് മുഖത്ത് നോക്കി കള്ളത്തിനും പറയുന്നു ഇല്ല അച്ഛാ ഞാൻ ഒന്നും ചെയ്തില്ലെന്ന് പറയുമ്പോഴേക്കും മൂർത്തി ചോദിക്കാണ് പിന്നെ തല്ലാത്തൊരാളെ തല്ലിയെന്ന് കനകം വന്ന് കള്ളം പറയൂ ഒന്ന് ചോദിക്കാണ്. ജലജ ആണെങ്കിലോ വന്നം കണ്ട പെരിച്ചാഴിയെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കനകമാണെങ്കിൽ എന്റെ മൂർത്തി സാറേ ഞാനവിടെ ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല, ഞാൻ പൊയ്ക്കൊള്ളാമെന്ന് ഞാൻ ഇത് തന്നെയാ പറഞ്ഞത്, കണ്ടില്ലേ എന്നെ ഇപ്പോഴും കൊല്ലാൻ നോക്കി, ഞാൻ രാത്രി ലിവറ കൂടിയാ കിടക്കുന്നത്, രാത്രി ഞാൻ എന്നെ ശ്വാസം മുട്ടിച്ച് കൊന്നാൽ പോലും ആരും അറിയില്ല എന്നെ ഒരു കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ മുടിയെല്ലാം അഴിച്ചിട്ട് കാണിക്കാണ്, കണ്ടില്ലേ എന്റെ മുടിക്കുത്തിന് ഇങ്ങനെ പിടിച്ചിട്ടാ എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കിയത് എന്നൊക്കെ പറയാണ്. മൂത്തച്ഛ ചോദിക്കാണ് നിനക്കെന്താ കൈയില്ലേ കനകം, നിനക്ക് തിരിച്ചൊരെണ്ണം കൊടുക്കാമില്ലെന്ന് ചോദിക്കുമ്പം അതെങ്ങനെയാ ഞാൻ ഈ വീട്ടിലുള്ള ഒരാളെ തൊടുന്നത് എന്നൊക്കെ കനകം പറയാണ്. ഉപദ്രവിച്ചാല് ആരാണ് നോക്കണ്ട തിരിച്ചു കൊടുത്തേക്കണം എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് ദേവയാനി ഇനി മേലെ നീ ആവർത്തിക്കരുത്, നിന്റെ മകന്റെ അമ്മായിമ്മയാണിത്. ദേവയാനിയുടെ മുത്തശ്ശൻ ദേവയാനി ജലജയോടും പറയുന്നുണ്ട് 2 പേരോടും കൂടിയാ നിങ്ങളുടെ 2 മക്കളുടെയും അമ്മായിമ്മയായത്, ഇവരെ നോക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാ, ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടതും ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും നിന്റെ ചുമതലയാണ് എന്ന് പറയുന്നുണ്ട്. ദേവയാനി ചോദിക്കാണ് അതിന് ഞാനൊന്നും ചെയ്തില്ലോ അച്ഛാന്ന് പറയുമ്പോ മുത്തശ്ശി പറയാണ് നീ ഒന്നും ചെയ്യണ്ട, നിന്റെ മോന്ത കൊണ്ട് നീ കാണിക്കുന്ന ഒരു കോസ്റ്റ്യൂം തന്നെ ധാരാളം അല്ലേ നിന്റെ പീർപീർപ്പം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് ആണുങ്ങൾ അടുക്കളയിൽ കയറുന്ന കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് അടുക്കളയിൽ കയറി അബിയും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തോളാൻ പറ, ചെയ്ത് അവന്റെ അമ്മായിനെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞേക്ക്, നീയും അതുപോലെ തന്നെ ചെയ്തോണം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ഒന്ന് പേടിപ്പിച്ചിട്ട് അവിടുന്ന് പോവാണ്. എന്നിട്ട് ഞാൻ നിന്നെ തല്ലിയോടി എന്ന് ചോദിക്കുമ്പോഴേക്കും കനകം ഒന്ന് ചിരിച്ചു കാണിക്കാണ് ജലജനെ, എടി നിന്നു ഞാൻ എന്ന് പറയുന്നുണ്ട്. അയ്യോ മുത്തശ്ശ എന്നിങ്ങനെ വിളിക്കുമ്പോഴേക്കും ജലജ ചേ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കും കനകം പറയാണ് ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ ആരാണെന്നുള്ള കാര്യം, അതുകൊണ്ട് ഇനി എന്റെ നേരെ കളിക്കുന്നത് സൂക്ഷിച്ചു വേണം, മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ പോലൊക്കെ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ മുത്തശ്ശനോട് ഞാൻ പറയും. മുത്തശ്ശൻ പറഞ്ഞു കേട്ടല്ലോ എനിക്ക് സന്തോഷം നൽകിയില്ല, എന്നെ വിട്ട് ക്രൂരമായി പീഡിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ നിന്റെ മകനും ഈ വീടിന് പുറത്തായിരിക്കുമെന്ന് മുത്തശ്ശൻ പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ കനകം പറഞ്ഞ് അവളെ പേടിപ്പിക്കുന്നുണ്ട്. ഇവളുടെ ഈ ഒരു കോപ്രായങ്ങളും അവളുടെ മാറുമാറിൽ അഭിനയൊക്കെ കണ്ട് അയിമ്പൊളിച്ച് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ജലജ.